എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷരശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണർദം നക്ഷത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവര് ദാനശീലനായിട്ടും സുഖിയായിട്ടും സുശീലനായിട്ടും ദുർബുദ്ധിയുള്ളവരായിട്ടും രോഗമുള്ളവരായിട്ടും അധികമായ വെള്ളം ദാഹമുള്ളവരായിട്ടും നിർദ്ദയരായിട്ടും സന്തോഷശീലരായിട്ടും ബുദ്ധി കുറഞ്ഞവരായിട്ടും ഭവിക്കും. സന്തോഷ സ്വഭാവം പ്രകടിപ്പിക്കുന്നവര് ഇവര് വിനയമുള്ളവരായിട്ടും സത്യാന്വേഷികളായിട്ടുമാണ് ഭവിക്കും. അല്പമാത്ര ലബ്ധി കൊണ്ട് ഇവര് സന്തുഷ്ടരാകാനും വിജ്ഞാനത്തിന്റെയും കലയുടെയും പക്ഷത്ത് ഇവര് താല്പര്യം കാണിക്കും. അതായത് കലകളിലോടൊക്കെ ഇവർക്ക് താല്പര്യമുള്ളവരായിരിക്കും. ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും രമ്യതയോടെ നല്ല സൗമ്യത്തോടെ പെരുമാറുന്നവരായിരിക്കും. ശുഭാപ്തി വിശ്വാസികളായിരിക്കും ഇവര്. ഒരു വിഷയം കൈവിട്ട് മറ്റൊന്ന് ശ്രദ്ധിക്കാനും ഇവര് പരോപകാരം ചെയ്യുന്നതിലും സേവനമനുഷ്ഠിക്കും. സദാ നിരതരായിരിക്കും. പുണർദ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് വസ്ത്രങ്ങളോട് താരതമ്യേന കൂടുതലായിട്ട് വസ്ത്രകമ്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ശുചിത്വത്തിലും ഏറെ ശ്രദ്ധ വയ്ക്കുന്നവരായിരിക്കും. ഭർത്താവിനോടും മാതാപിതാക്കളോടും ഭക്തിയുള്ളവരായ ഇവര് സന്താനങ്ങളായി അനുഗ്രഹീതരാകും. പ്രസിദ്ധീകരണം, ബാങ്കിങ്, നീതിന്യായ വകുപ്പ്, നഴ്സിംഗ്, സെയിൽസ്മാൻ തുടങ്ങിയ ജോലികൾ ഇവർക്ക് അനുയോജ്യമാണ്. പുണർദത്തിന്റെ ആദ്യപാദത്തിൽ ജനിച്ചവര് സ്ഥൂലങ്ങളായ രോമങ്ങളോട് കൂടിയവരായിട്ടും സ്ഥൂലമായ ശരീരത്തോട് കൂടിയവരായിട്ടും, അതായത് കുറച്ച് മെലിഞ്ഞ ശരീരത്തോട് കൂടിയവരായിട്ടും ചെവി കുറച്ച് കേൾക്കാത്തവരായിട്ടും എല്ലാ സമയത്തും വാതരോഗിയായിട്ടും ഡംബായികരായിട്ടും ക്രോധിയായിട്ടും ഭവിക്കും. പുണർദത്തിന്റെ രണ്ടാം പാദത്തിൽ ജനിച്ചവര് പിത്തം ഹേതുവായ ഉള്ള ഉഷ്ണത്തോട് കൂടിയവരായിട്ടും സദാചാരത്തെ അനുസരിക്കുന്നവരായിട്ടും ആത്മജ്ഞാനത്തോട് കൂടാത്തവരായിട്ടും ഉയർന്ന പല്ലോട് കൂടിയവരായിട്ടും, ചിലർക്ക് പല്ലൊക്കെ ഇങ്ങനെ ഉയർന്നിട്ടാവുന്നിട്ടുണ്ടാവുക, കുശലനായിട്ടും ധർമ്മത്തെ ആചരിക്കുന്നവരായിട്ടും ധർമ്മിഷ്ഠരായിട്ടും ഭവിക്കും. പുണർദത്തിന്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവര് ദുർബലമായിട്ടും കൃശമായ, അതായത് മെലിഞ്ഞ ശരീരത്തോട് കൂടിയവരായിട്ടും സർവകാര്യങ്ങളിലും കർത്താവായിട്ടും സത്യവാദിയായിട്ടും ദന്തവ്യാധിയോട്, അതായത് പല്ലുവേദന മുതലായ ദന്തരോഗങ്ങളോട് കൂടിയവരായിട്ടും ദീർഘായുസുള്ളവരായിട്ടും ഭവിക്കും. പുണർദത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവര് അധികമായ വിഷയാഗ്രഹത്തോട് കൂടിയവരായിട്ടും മനോഹരമായ ശരീരത്തോട് കൂടിയവരായിട്ടും സ്ഥായിയായ സ്നേഹത്തോട് കൂടിയവരായിട്ടും സ്ത്രീകളോട് ലാളിക്കുന്നവരായിട്ടും പ്രീതികരായിട്ടും ദർശനത്തോട് കൂടിയവരായിട്ടും അന്യസാധാരണമില്ലാത്ത ദേഹത്തിങ്കൽ ഉള്ളവരായിട്ടും അടയാളത്തോട് കൂടിയവരായിട്ടും ദേഹത്തില് പുറത്തൊക്കെ മറുക് മുതലായ അടയാളത്തോട് കൂടിയവരായിട്ടും പുത്രഭൃത്യാദികളോട് കൂടിയവർ, അതായത് ധാരാളം പുത്രന്മാരും ഭൃത്യന്മാരൊക്കെ ഉള്ളവരായിട്ടും ഭവിക്കും. ഇത്രയാണ് പുണർദ നക്ഷത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.